വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഈ സമയത്ത് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്ത നിൻ്റെ പിന്നിൽ സാമ്പത്തിക സഹകാരികളായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവെ, പാലക്കാട് നിന്നുള്ള വിദ്യ എയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, തൻ്റെ വിവാഹം നവംബർ 6 നടക്കുന്നല്ലോ. കർത്താവ്, ലോകം എമ്പാടുമുള്ളവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും സാന്നിധ്യവും ആ വിവാഹത്തിൻ്റെ മേൽ ഉണ്ടാകാൻ, നല്ലൊരു വിവാഹ ജീവിതം തുടർന്നുണ്ടാകാൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. തൃശ്ശൂരിൽ നിന്നുള്ള സജീഷിനും മഞ്ജുവിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി കർത്താവ് ഈ ദമ്പതികളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മുംബൈയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകന് കാനഡയിൽ PR ലഭിക്കാനും നല്ലൊരു ജോലിയോടുകൂടി അവിടെ സെറ്റിൽ ഡൗൺ ചെയ്യുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെടുമങ്ങാട് നവംബർ 4 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ നെടുമങ്ങാട്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊല്ലം നവംബർ 5 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ കൊല്ലം. Be part of verse number 1. Let's throw off everything that hinders and the sin that so easily entangles. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. There are two things that will come as a hindrance. Listen to this. Two things will come as a hindrance ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് തടസ്സമായിട്ട് വരുന്നു. when we run the race. നമ്മൾ ഓട്ടം ഓടുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ തടസ്സമായിട്ട് വരുന്നു. Number 1, sins. ഒന്നാമത്തേത് പാപം. Number 2, burdens. രണ്ടാമത്തേത് ഭാരം. These two things will try to hinder us. ഈ രണ്ട് കാര്യങ്ങൾ നമ്മെ തടസ്സപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന വസ്തുതകളാണ്. If you want to be a winner in the real life, നിങ്ങളുടെ ജീവിതത്തിൽ, യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങൾ ഒരു വിജയിയായി തീരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ you have to overcome sinful nature. നിങ്ങൾ പാപസംബന്ധമായ സ്വഭാവത്തെ നിങ്ങൾ മറികടക്കേണ്ടതായ ആവശ്യകതയുണ്ട്. But with your own efforts, you can never overcome all the sins. എന്നാൽ നിങ്ങളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് ഇത്തരം പാപ ജീവിതത്തിനെ മറികടക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. And you need not to, because we already have a savior. കാരണം അതിന്റെ ആവശ്യവും നിങ്ങൾക്കില്ല. കാരണം നിങ്ങൾക്കൊരു രക്ഷകനുണ്ട്. That's why Jesus is our savior. അതുകൊണ്ടാണ് യേശു കർത്താവ് നമ്മുടെ രക്ഷകനായി തീരുന്നത്. Each time you struggle with your sins, just call upon the savior. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും പാപസംബന്ധമായി നിങ്ങൾ വിഷമിക്കുമ്പോൾ അപ്പോൾ രക്ഷകനായി യേശുവിനെ വിളിക്കുക. Another problem is burdened. രണ്ടാമത്തെ തടസ്സം എന്നുള്ളത് ഭാരങ്ങളാണ്. Burdens of this life. ഈ ജീവിതത്തിന്റെ ഭാരങ്ങൾ. For example, if you are trying to run a race carrying a huge bag of rice, nearly 75 kilograms, will you be able to run properly? ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, നിങ്ങളൊരു വലിയ ഓട്ട മത്സരത്തിൽ ഓടുകയാണെന്ന് കരുതുക. എന്നാൽ ഒരു 70 കിലോ ഭാരമുള്ള ഒരു അരിയുടെ ചാക്ക് കൂടെ നിങ്ങളുടെ തോളിൽ എടുത്തു വെച്ചുകൊണ്ട് ഓടുകയാണെങ്കിൽ ആ ഓട്ടം വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ഓടുവാൻ സാധിക്കുമോ? That's why the Bible says, let's throw off everything that hinders and the sin that so easily entangles. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടുകളഞ്ഞ് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. The sin part I understood. Jesus can take away the sin because he is a savior. But what shall I do with the burdens?
ബ്രദറെ, പാപത്തിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി. കാരണം നമ്മുടെ രക്ഷകൻ യേശു കർത്താവ് ആയതുകൊണ്ട് അവൻ പാപത്തെ വഹിക്കുന്നുണ്ട്. എന്നാൽ ഈ ഭാരത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് അത് എടുത്തു മാറ്റാൻ സാധിക്കുന്നത്? Answer. അതിന്റെ ഉത്തരം Very simple. വളരെ ലളിതമാണ്. Matthew 11:28. മത്തായിയുടെ സുവിശേഷം 11:28. It says, all who carry burdens, come to me, I'll give you rest. യേശു കർത്താവ് പറയുന്ന, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. Psalm 55 verse number 22. സങ്കീർത്തനം 55:22. Cast your burdens on the shoulders of the Lord. കർത്താവിന്മേൽ നിങ്ങളുടെ ഭാരത്തെ ഇട്ടുകൊള്ളുക. Because our Lord has huge broad shoulders to carry any burden. അതുകൊണ്ട് കാരണം നമ്മുടെ ദൈവത്തിന് എത്ര വലിയ ഭാരവും ചുമക്കാൻ സാധിക്കുന്ന വലിയ തോളോടുകൂടിയ വ്യക്തിയാണ്. Hallelujah. ഹല്ലേലൂയ. So tonight what we are going to do is we are going to throw all the sins that so easily entangles our lives and also all the burdens on the Lord. അതുകൊണ്ട് ഇന്ന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ സകല പാപവും രക്ഷകനിലേക്ക് നമുക്ക് ഇടുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സകല ഭാരവും രക്ഷകനായ യേശുവിന്റെ തോളിലേക്ക് എടുത്തു വെക്കുവാനും നമുക്ക് സാധിക്കും. Verse number 2 says, fixing our eyes on Jesus. രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്ന യേശുവിനെ നോക്കുക. Everybody say, look at Jesus. എല്ലാവരും ഉറക്കെ പറയാമോ? യേശുവിനെ നോക്കുക. Everybody say, fix your eyes on Jesus. എല്ലാവരും പറഞ്ഞേ, യേശുവിനെ നോക്കുക. Never fix your eyes on sins or the burdens or other people, but fix your eyes on Jesus. നിങ്ങളുടെ കണ്ണുകൾ ഒരിക്കലും പാപത്തിന്റെ മേലോ ഭാരത്തിന്റെ മേലോ വ്യക്തികളുടെ മേലോ കേന്ദ്രീകൃതമാകരുത്. പകരം നിങ്ങളുടെ കണ്ണുകൾ യേശുവിന്റെ മേൽ മാത്രം കേന്ദ്രീകൃതമാകുക. കാരണം അവനാണ് വിശ്വാസത്തിന്റെ നായകനും അത് പൂർത്തി വരുത്തുന്നതുമായവൻ. Then it says, how did he overcome everything? ഇനി അവൻ എങ്ങനെയാണ് സകല കാര്യങ്ങളെയും മറികടന്നത് എന്നതിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. The joy set before him he endured the cross, scorning its shame, and sat down at the right hand of the throne of God. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. In this world there will be crosses. ഓർക്കുക, ഈ ലോകത്തിൽ കുരിശുകളുണ്ട്. In this world there will be troubles. ഈ ലോകത്തിൽ കഷ്ടതകളുണ്ട്. But that time, look at Jesus. How did he handle crosses and troubles? എന്നാൽ ആ സമയങ്ങളിൽ നാം ചെയ്യേണ്ടത് യേശു എങ്ങനെയാണ് കുരിശിനെയും അതുപോലെ പ്രശ്നങ്ങളെയും തരണം ചെയ്തത് എന്ന് അവനെ നോക്കി നാം മനസ്സിലാക്കണം. Key is also very simple. അതിനുള്ള താക്കോലും വളരെ ലളിതമാണ്. He just looked at the joy that was set before him. കാരണം യേശു കർത്താവ് ചെയ്ത് തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷം മാത്രമേ പ്രശ്നത്തിന്റെ മുഖത്ത് അവൻ നോക്കിയുള്ളൂ. Hallelujah. ഹല്ലേലൂയ. Each time the students write the exam, prepare for the exam, sometimes they study through the night, into late night. ഓരോ പ്രാവശ്യവും വിദ്യാർത്ഥികളായിട്ടുള്ളവർ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് രാത്രികാലങ്ങളിലൊക്കെ ഒത്തിരി അവരിരുന്ന് പഠിക്കുകയാണ്, അവർ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. All the time they think of one thing, the result. എന്നാൽ ഓരോ സമയത്തും അവർ ചിന്തിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അവർക്ക് വരാൻ പോകുന്ന റിസൾട്ട് എന്തായിരിക്കും. The aim is a good grade. ഓർക്കുക, അവരുടെ എയിം, അവരുടെ ലക്ഷ്യം ഒരു നല്ല ഗ്രേഡാണ്. And that's very joyful. അത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. So when we have it in the real life, our focus should be the joy God has set for us. അതുകൊണ്ട് ഇതുപോലെ തന്നെ പ്രശ്നങ്ങൾ, പ്രതിബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ ലക്ഷ്യം ഉണ്ടായിരിക്കേണ്ടത്, നമ്മുടെ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടത് അതിനുശേഷം നമുക്ക് ലഭിക്കാൻ പോകുന്ന സന്തോഷം എന്ന കാര്യത്തിലായിരിക്കണം. Shout one more hallelujah. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി One more time hallelujah. ഒരു നാസിക് ഹല്ലേലൂയ. Now the last verse says, consider him who endured the opposition from sinners so that you will not grow weary and lose heart. മൂന്നാമത്തെ വചനം, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. Hallelujah. ഹല്ലേലൂയ. So we have to always meditate on how Jesus overcame all the hardships of this life. അതുകൊണ്ട് എങ്ങനെയാണ് യേശു കർത്താവ് ഈ ലോകത്തിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്തത് എന്നതിനെ കുറിച്ച് നാം എല്ലായ്പ്പോഴും ധ്യാനിക്കണം. Now brothers and sisters, I request all of you to look at me. ഇപ്പോൾ സഹോദരന്മാരെ സഹോദരിമാരെ ദയവായി എന്നെ ശ്രദ്ധിച്ചാലും, Wide open eyes, look at me. കണ്ണുകൾ തുറന്ന് എന്നെ ശ്രദ്ധിച്ചാലും, I'm going to tell you something very, very important. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുകയാണ്. In your life, you might have seen a lot of failures. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപക്ഷെ ഒത്തിരി പരാജയങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കാം. In some areas, you may be a great success. ഒരുപക്ഷെ ചില മേഖലകളിൽ നിങ്ങൾ വളരെ വിജയികളായിരിക്കും. But the areas where you have failed is always nagging you and
and causing you trouble and disturbance. എന്നാൽ നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ മേഖലകൾ, ആ കാര്യങ്ങൾ, അത് നിങ്ങളെ എല്ലായ്പ്പോഴും നിരാശരാക്കുകയും നിങ്ങളെ ഡിസ്കംഫർട്ടബിൾ ആക്കുകയും ചെയ്യുകയാണ്. So what you have to do is just allow the Holy Spirit to come to such areas. എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവിന് കടന്നു വരുവാനുള്ള ഒരു അവസരം കൊടുക്കുകയാണ് വേണ്ടത്. Hallelujah. ഹല്ലേലൂയ. When you stand with Jesus, you become a winner. ഓർക്കുക, യേശുവിനോടൊപ്പം നിൽക്കുമ്പോൾ നിങ്ങളൊരു വിജയിയായി മാറും. Hallelujah. ഹല്ലേലൂയ. I'm going to pray for you. ഈ സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ My പോകുകയാണ്. question is, how many of you really want to receive an attitude of a winner? എന്നാൽ എൻ്റെ ചോദ്യം ഇതാണ്, നിങ്ങളിൽ എത്ര പേർക്ക് വിജയിക്കാനുള്ള ഒരു മനോഭാവം സ്വീകരിക്കാനുള്ള ഒരു ഹൃദയവുമായിട്ട് ഇവിടെ ഇരിക്കുന്നവരായിട്ടുണ്ട്? Hallelujah. ഹല്ലേലൂയ. In all the areas, if you keep this attitude, it is very easy for the Holy Spirit to move. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാ മേഖലകളിലും വിജയിക്കാനുള്ള ഈ ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ എല്ലായിടത്തും വിജയം നൽകുവാൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. Shout hallelujah. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി ഹല്ലേലൂയ. I prophesy one thing over you. നിങ്ങളെ നോക്കി ഞാൻ ഒരു കാര്യം കൂടെ പ്രവചിക്കുകയാണ്. You will die one day. ഒരു ദിവസം നിങ്ങൾ മരിക്കും, For sure. അത് ഉറപ്പുള്ള കാര്യമാണ്. And when the funeral service will be happening, അന്ന് നിങ്ങളുടെ ശവസംസ്കാര ശുശ്രൂഷ നടക്കുമ്പോൾ my desire and my prayer is this. എന്റെ ആഗ്രഹവും നിങ്ങളെക്കുറിച്ചുള്ള എന്റെ പ്രാർത്ഥനയും ഇതാണ്. Those who are at your funeral service say, that person was a real winner. അന്ന് നിങ്ങളുടെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും നിങ്ങളെക്കുറിച്ച് പറയണം, ഈ കിടക്കുന്ന വ്യക്തി ജീവിതത്തിൽ വിജയിച്ചവനായിരുന്നു. Why? Because Jesus was there in her life, in his life. എന്തുകൊണ്ടാണ്? യേശു അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട്. Whatever you accomplish in this world without Jesus is a very, very big zero. യേശുവിനെ കൂടാതെ ഈ ലോകത്തിൽ നിങ്ങൾ എന്ത് നേടിയിട്ടുണ്ടെങ്കിലും അതെല്ലാം ഒരു വലിയ വട്ടപൂജ്യം മാത്രമായിരിക്കും. That's when John chapter 15 Jesus said, apart from me you cannot do anything. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറയും, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിവില്ല. Meaning you will do many things in this world without me, but there will be no accounts for that in heaven. അതിന്റെ അർത്ഥം ഇതാണ്, എന്നെ കൂടാതെ ഈ ലോകത്തിൽ നിങ്ങൾക്ക് പലതും ചെയ്യാൻ സാധിച്ചെന്നിരിക്കും, പക്ഷേ അതിനൊന്നിന്റെയും കണക്ക് സ്വർഗരാജ്യത്തിലെ കണക്ക് പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെടുകയില്ല. Whatever you do with the Lord Jesus will be credited in heaven. എന്നാൽ ഈ ലോകത്ത് യേശുവിനോടൊപ്പം നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മരിച്ചങ്ങ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടുത്തെ കണക്ക് പുസ്തകത്തിലും അത് എഴുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. Tonight the Holy Spirit is moving in your hearts and in your minds. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ മനസ്സുകളുടെ അകത്തേക്കൂടെ ചലിക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. He is here. അവൻ ഇവിടെയുണ്ട്. The risen Lord Jesus is here. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് There is the നമ്മുടെ presence of നടുവിലുണ്ട്. the Heavenly Father here. സ്വർഗീയ പിതാവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. Hallelujah. ഹല്ലേലൂയ. This is what I see in my spirit. എന്റെ ആത്മാവിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച ഇതാണ്. When you take that decision to live jointly in partnership with Jesus, the Holy Spirit is giving a huge white banner in your hands. ഇന്ന് രാത്രി യേശുവിനോടൊപ്പം ഒരുമിച്ചുള്ള ഒരു പാർട്ട്ണർഷിപ്പ്, ഒരുമിച്ചുള്ള ഒരു ജീവിതം, ഇനി അങ്ങോട്ട് ഒരുമിച്ചുള്ള ഒരു ഓട്ടം നിങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ കർത്താവിന്റെ കയ്യിൽ ഒരു വെള്ള വിജയത്തിന്റെ കൊടി നിങ്ങൾക്ക് മുൻപാകെ പിടിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നു. Say hallelujah. എത്ര പേർ ഹല്ലേലൂയ പറയും? If you take a decision tonight to make Jesus your eternal, perfect, number one life partner, you are taking every step to success. ഓർക്കുക, ഇന്ന് രാത്രി യേശു കർത്താവിനെ നിങ്ങളുടെ നിത്യമായ ജീവിതത്തിലേക്കുള്ള ലൈഫ് പാർട്ട്ണറാക്കി, ജീവിത പങ്കാളിയാക്കി വെക്കുവാൻ തീരുമാനിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ തുടങ്ങി. Today, looking at all the past failures, you can talk, you can tell all the failures in your life, enough is enough. Goodbye. I'm going to live, start a new life with the Lord Jesus, and every chapter will be a winning chapter. ഇന്ന്
നിങ്ങളുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ പരാജയത്തിൻ്റെ കണക്കുകളെ, പരാജയത്തിൻ്റെ അധ്യായങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും, ഇതുവരെ ഞാൻ പരാജയപ്പെട്ടത് ശരിയാണ്, എന്നാൽ അത് തീർന്നു. ഇന്നു മുതൽ യേശുവിൻ്റെ കൈ പിടിച്ച് ഞാൻ ഓടുവാൻ, ഞാൻ ജീവിക്കാൻ തീരുമാനിക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ അധ്യായങ്ങളെല്ലാം അടയ്ക്കപ്പെട്ടിട്ട് ഒരു പുതിയ വിജയത്തിൻ്റെ അധ്യായം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറക്കുകയാണ്. I request you to stand up with me. എല്ലാ പ്രിയപ്പെട്ടവരും അതത് സ്ഥലങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? Everywhere. എല്ലാ പ്രിയപ്പെട്ടവരും, And this is what I request you to do. ഇതാണ് ഞാൻ നിങ്ങളോട് ചെയ്യുവാൻ ആവശ്യപ്പെടുന്ന കാര്യം. Lay your hands on your hearts. നിങ്ങളുടെ രണ്ട് കൈകളും നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കാമോ? Just close your eyes. എല്ലാ കണ്ണുകളും അടച്ചു പിടിച്ചു. Let's fix our eyes on Jesus. ഇപ്പോൾ കണ്ണുകളെല്ലാം യേശുവിന്റെ മേൽ വെക്കുക. If you really have decided to take a strong decision tonight to live in partner with the Lord Jesus, lift up your right hand. ഇന്ന് രാത്രി യേശുവുമായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പുമായിട്ടുള്ള ഒരു ജീവിതം തുടങ്ങുവാൻ, യേശുവുമായി ഒരുമിച്ചുള്ള ഒരു ജീവിതം തുടങ്ങുവാൻ ആരെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ആ കൈകൾ രണ്ടും മെല്ലെ മെല്ലെ ഒന്ന് ഉയർത്തിക്കേ. And pray this prayer after me. കൈകൾ ഉയർത്തിക്കൊണ്ട് വായ തുറന്ന് ശബ്ദമുയർത്തി ഈ പ്രാർത്ഥന എനിക്ക് ശേഷം പ്രാർത്ഥിച്ചാലും. Lord Jesus, കർത്താവായ യേശുവേ, I heard the message. ഈ സന്ദേശം ഞാൻ കേട്ടു. I believe your word. അങ്ങയുടെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. I proclaim that you are my Lord. അങ്ങ് എൻ്റെ കർത്താവാണെന്ന് ഞാൻ ഇപ്പോൾ പ്രഖ്യാപിക്കുന്നു. I say goodbye to all the failures. എല്ലാ പരാജയങ്ങളോടും ഞാനിപ്പോൾ ഗുഡ് ബൈ പറയുന്നു. I want to stand with the Lord Jesus, who is the winner. വിജയിയായ യേശുവിനോടൊപ്പം ഒരുമിച്ച് നിൽക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു. I say goodbye to all the sinful ways. എല്ലാ പാപജീവിതത്തോടും ഞാനിപ്പോൾ ഗുഡ് ബൈ പറയുന്നു. Starting a new life in the Lord Jesus. യേശുവിനോടൊപ്പം ഒരു പുതിയ ജീവിതം ഞാനിപ്പോൾ തുടങ്ങുകയാണ് കർത്താവേ. Cleanse me, Lord, with your blood. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണമേ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൻവേൽ നവംബർ 9 ബുധൻ. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. സായ് നന്ദൻ ബാങ്ക്വറ്റ് ഹാൾ, സിഡ്കോ സെന്റർ പോസ്റ്റ് ഓഫീസിന് മുകളിൽ, സെക്ടർ 10, കാന്ത കോളനി, ന്യൂ പൻവേൽ, വെസ്റ്റ്, മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പൂനെ നവംബർ 10 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 മണി വരെ. ജ്യോതിബ മംഗൾ കാര്യാലയ്, വിജയ് നഗർ, കലൈവാടി, പിംപ്രി, പൂനെ, മഹാരാഷ്ട്ര. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ വസായി നവംബർ 11 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ശ്രീ ഓൾഡ് സ്വാമി നാരായണൻ ടെമ്പിൾ ഹാൾ, 60 ഫീറ്റ് റോഡ്, ഓപ്പോസിറ്റ് അമ്പാടി റോഡ്, വസായി വെസ്റ്റ്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കല്യാൺ നവംബർ 12 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സനൈ മംഗൾ കാര്യാലയ്, സുന്ദര പ്ലാസ, ബേൽ ബസാർ, കല്യാൺ വെസ്റ്റ്, മഹാരാഷ്ട്ര. ഈ മകൻ്റെ സാക്ഷ്യവുമായിട്ടാണ് ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത്. മകൻ്റെ പേര് എബിൻ എന്നാണ്. ഇവർ രണ്ടുപേരും നമ്മുടെ കോഴിക്കോടുള്ള ബ്ലെസ്സിംഗ് സെൻറ്ററിലെ ആരാധനയ്ക്ക് വരുന്നവരാണ്. അവിടുത്തെ ശുശ്രൂഷകരാണ് രണ്ടുപേരും. എബിൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. എബിന് ഏതാണ്ട് 2014 തനിക്ക് ഈ ഡിപ്രഷൻ്റെ രോഗലക്ഷണങ്ങൾ താൻ കാണിച്ചു തുടങ്ങി. ഭക്ഷണം കഴിക്കത്തില്ല, എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൂലയിൽ പോയിരിക്കും. അപ്പോൾ ഇവരിങ്ങനെ കാരണങ്ങൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഇതാണ്. താൻ സ്കൂൾ ബസ്സിലാണ് താൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ താൻ സ്കൂളിൽ ബസ്സിൽ ചെന്ന് താൻ കയറുന്ന സ്റ്റോപ്പിലാകുമ്പോഴേക്കും ആരും ഉണ്ടാവത്തില്ല. അപ്പോൾ താൻ വേഗത്തിൽ തന്നെ സീറ്റിൽ കയറിയിരിക്കും. പക്ഷേ പിന്നീട് ഓരോ സ്റ്റോപ്പുകളും കഴിയുമ്പോൾ കുട്ടികൾ അധികമായി കയറി വരുമ്പോൾ മറ്റുള്ള കുട്ടികൾ തന്നെ ബലമായി പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ആ സീറ്റിൽ അവർ കയറിയിരിക്കും. ഏതാണ്ട് ആ ബസ്സിലുള്ള എല്ലാ കുട്ടികളും അങ്ങനെ ചെയ്യുമായിരുന്നു. അത് തനിക്ക് വലിയ വിഷമമായി. അതാരോടും പറയാതെ ഏതാണ്ട് മാസങ്ങൾ താനത് കൊണ്ടു നടന്നതിൻ്റെ ഫലമായിട്ടാണ് തനിക്ക് ഈ അസുഖം, ഡിപ്രഷൻ്റെ അസുഖം തനിക്ക് പിടിപെട്ടത്. മാതാപിതാക്കൾ ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തിൽ കൊണ്ടുപോയി ഇവരതിനെ മരുന്നെടുത്തുകൊണ്ടിരുന്നു. പക്ഷേ മരുന്നെടുത്തുകൊണ്ടിരിക്കുമ്പോഴും തനിക്ക് ഈ ലക്ഷണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. സിസ്റ്റർ പറഞ്ഞത് താൻ സ്കൂളിൽ പോകത്തില്ല, ഭക്ഷണം കഴിക്കത്തില്ല. അതിങ്ങനെ മാസങ്ങളോളം തുടർന്നു. ഏതാണ്ട് 2 മാസത്തിലധികം ഈ മോൻ സ്കൂളിൽ പോകാതിരുന്നു, സ്ഥിരമായി ഭക്ഷണം കഴിക്കാതിരുന്നു. ഇവർ ബലമായി എന്തെങ്കിലും കൊടുത്താൽ പോലും അവനൊന്നും കഴിക്കത്തില്ലായിരുന്നു.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2015 ഓഗസ്റ്റ് മാസം ഇവിടെ വന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ ഇവരാദ്യമായി ഇവിടെ വരുന്നത്. അതെ, ഈ കോഴിക്കോട് ബ്ലെസ്സിങ് സെൻറ്ററിൽ ഇവിടെ വെച്ച് തന്നെ നടന്ന ആ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലാണ് ഇവർ ആദ്യമായി നമ്മുടെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. അതിന് കാരണം ഈ മോൻ്റെ സ്കൂളിൽ ഒരു ടീച്ചറാണ്. ആ ടീച്ചർ പറഞ്ഞു, ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, അതിൽ ഇവനെ കൊണ്ടുപോകണം, ഇവൻ തീർച്ചയായിട്ടും അവിടെ വെച്ചൊരു മാറ്റം സംഭവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവർ ആദ്യമായി ഇവിടെ ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വരുന്നത്. ആ സമയത്ത് ഈ മോൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് 2 മാസമായി അവൻ സ്കൂളിൽ പോയിട്ട് 2 മാസത്തിലധികമായി ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെയുള്ള ഒരവസ്ഥയിലായിരുന്നു അന്ന് അവരിവിടെ വന്നത്. അന്ന് നടന്ന അത്ഭുതം എന്ന് പറഞ്ഞത്, അന്നിവിടെ വന്ന് മീറ്റിങ്ങിൽ പങ്കെടുത്തു, ബ്രദർ ഡാമിയൻ്റെ അടുക്കൽ വന്ന് ഇവർ പ്രാർത്ഥിച്ചു, മടങ്ങി വീട്ടിൽ പോയി. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ആദ്യമായി ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഉറക്കമൊന്നുമില്ലായിരുന്നു, ഉറങ്ങാൻ തുടങ്ങി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, സ്കൂളിൽ പോകാൻ തുടങ്ങി. പിന്നെ അങ്ങയായി സാധാരണ ലെവലിലേക്ക് ഇവൻ്റെ എല്ലാ ജീവിതചര്യകളും വന്നു ചേർന്നു. ശരിയായ തരത്തിൽ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി, സ്കൂളിൽ പോകാൻ തുടങ്ങി. ഈ സഹോദരി പറഞ്ഞത്, അതിനുശേഷം പിന്നെ ഒരു ദിവസം പോലും സ്കൂൾ മുടക്കിയിട്ടില്ല. എല്ലാ ദിവസവും ഇവൻ സ്കൂളിൽ പോകാൻ തുടങ്ങി. ഇവൻ്റെ ആ ഡിപ്രഷൻ എന്ന് പറഞ്ഞ രോഗത്തിൽ നിന്നും പൂർണ്ണമായിട്ടും യേശു കർത്താവ് വിടുവിച്ചു. വലിയൊരു അത്ഭുതമാണ് ദൈവം ഇവരുടെ ജീവിതത്തിൽ ചെയ്തത്. തന്നെയല്ല, അന്നു മുതൽ ഇന്ന് വരെ ഒരു ദിവസം പോലും ഇവർ ബ്ലെസ്സിങ് സെൻറ്ററിൽ വരാതെ ഇരുന്നിട്ടില്ല. എല്ലാ സൺഡേയും ഇവർ ബ്ലെസ്സിങ് സെൻറ്ററിൽ വന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിനോട് നല്ല കൈയടി കൊടുക്കാമോ? സാധാരണ ഈ ഡിപ്രഷൻ പോലെയുള്ള അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ മരുന്നുകൾ കൊണ്ട് മാത്രം മാറുന്ന ഒരു കാര്യമല്ല. പക്ഷേ കർത്താവിൻ്റെ അടുക്കൽ സകല രോഗത്തിനും സകല കാര്യങ്ങൾക്കും മരുന്നുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഞങ്ങൾ കണ്ടിട്ടുണ്ട്, വളരെയധികം മാനസിക ക്ലേശങ്ങളിലൂടെ പോയിട്ടുള്ള ആളുകൾ, വളരെയധികം തീവ്രമായ രീതിയിൽ സ്വഭാവത്തിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടായിരുന്ന ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇതുപോലെയുള്ള ഏതെങ്കിലും രീതിയിൽ ഉറക്കമില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്രഷൻ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും അങ്ങനെ ഒരു അസുഖമുണ്ടെങ്കിൽ കൈകൾ ഉയർത്തിയാൽ നമ്മൾ ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് ഒരു വലിയൊരു സൗഖ്യം ഈ സമയത്ത് ഈ ഹോളിൽ മാത്രമല്ല, ഈ പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കർത്താവ് അയക്കാൻ പോകും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഒന്ന് കൈകൾ ഉയർത്തിക്കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിശ്വാസത്തോടെ ഈ സമയത്ത് കർത്താവെ മനസ്സുകളോട് ഞങ്ങൾ സംസാരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവെ ദാസൻ ഇപ്രകാരം എഴുതിയിട്ടുണ്ടല്ലോ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അതുപോലെ ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ കർത്താവെ പല മനസ്സുകളോട് ഞങ്ങൾ സംസാരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഡിപ്രഷനുകൾ ഇവരെ വിട്ട് മാറിപ്പോകട്ടെ. ഉറക്കമില്ലാത്ത അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെടട്ടെ. ഈ കുഞ്ഞിന് കൊടുത്ത അതേ രോഗസൗഖ്യം ഇന്ന് കർത്താവെ ഈ കരങ്ങൾ ഉയർത്തിയിരിക്കുന്നവരിലൂടെ കർത്താവെ അവരുടെ ബന്ധുമിത്രാദികളിലേക്ക് വന്ന് എത്തിച്ചേരട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ കർത്താവെ ഈ മകനെ ഞങ്ങൾ അവിടുത്തെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. സഹോദരൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവ് കൊടുത്ത സൗഖ്യം നിലനിൽക്കട്ടെ. അനേകരുടെ മുൻപിൽ കർത്താവെ, അനേകരെ ഇതുപോലെ തകർന്നിരിക്കുന്ന ഹൃദയങ്ങളെ കർത്താവെ, ആ തകർച്ചകൾ മുറിവ് കെട്ടുന്നവരായി ഇവർ കുടുംബമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്ലെസ്സിങ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ യൂത്ത് കോൺഫറൻസ് 2016. നവംബർ 12 ശനിയാഴ്ച, രാജധാനി ഓഡിറ്റോറിയം, കോട്ടയ്ക്കകം, തിരുവനന്തപുരം. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 3:30 വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details, 8111 99 6001. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നെടുമങ്ങാട് നവംബർ 4 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ നെടുമങ്ങാട്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊല്ലം നവംബർ 5 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ കൊല്ലം.
നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഓരോ വ്യക്തികളെയും അങ്ങയുടെ ആണിപ്പഴുതുള്ള കരം സ്പർശിക്കണമേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. വിട്ടുമാറാതെ ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നൊരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് പൂർണ്ണമായും സൗഖ്യമാക്കുന്നു. ആ വ്യക്തിക്ക് തന്നെ രക്തത്തിലുള്ള ചില തകരാറുകൾ കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു ഇൻ ജീസസ് നെയിം. അതുപോലെ തന്നെ ആസ്മ രോഗമുള്ള ചില വ്യക്തിയുടെ കർത്താവ് സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. ആസ്മ രോഗം സൗഖ്യമാകട്ടെ. കണ്ണുകളിലുള്ള തകരാറുകൾ, കാഴ്ചക്കുറവാകാം, ഗ്ലോക്കോമയാകാം, എന്ത് കണ്ണോട് അനുബന്ധിച്ചുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. അതുപോലെ വയറിനകത്ത് ഫൈബ്രോയിഡ്, ഓവറിയിലുള്ള സിസ്റ്റുകൾ തുടങ്ങി ശരീരത്തിലുള്ള ഏത് രോഗവും, ചില പ്രത്യേക മാംസ വളർച്ചകൾ, മറ്റൊന്ന് ഹോർമോണിൻ്റെ തകരാറുകൾ, ഇതെല്ലാം കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കുന്നു. ഏത് രോഗമാണെങ്കിലും യേശുവിന് സൗഖ്യമാക്കാൻ കഴിയും. ഉള്ളിൽ വിശ്വസിക്കുക. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവ് അത്ഭുതകരമായി മക്കളെ കൊടുക്കണമേ. കടബാധ്യതകളിൽ നിന്നും പുറത്തെടുക്കണമേ ജീസസിനെ. സ്വന്തം ഭവനങ്ങൾ ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കണമേ. അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് ഓരോരുത്തരെയും ഇപ്പോൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. അപ്പോൾ തന്നെ നിങ്ങളുടെ പ്രശ്നം എന്താണെങ്കിലും ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിക്കുക. കർത്താവെ, ഓരോരുത്തരെയും അങ്ങ് സ്പർശിക്കണമേ, വിടുതൽ കൊടുക്കണമേ. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു, അനുഗ്രഹിച്ചതിനാൽ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ കണ്ടതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്നും നാളെയും നടക്കുന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് തീർച്ചയായും വരിക. ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് റിലീസ് എന്ന് പറയുന്നത് തടസ്സങ്ങളെ തകർക്കുക, ബ്രേക്കിംഗ് ബാരിയേഴ്സ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരേ സമയത്ത് തന്നെ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. അതിനു മുമ്പ് ദൈവപ്രസാദം, എൻ്റെ പ്രാർത്ഥന ഡയറി, ആശിഷമാരി, വിനേഴ്സ് ഫാക്ടറി തുടങ്ങിയ പല പുസ്തകങ്ങളും ആവശ്യമുള്ളവർക്ക് തീർച്ചയായും നിങ്ങൾക്കത് കരസ്ഥമാക്കാം. സ്ക്രീൻ നമ്പറിൽ വിളിക്കുക, വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടാതെ എല്ലാ ഞായറാഴ്ചയും നിരവധി ബ്ലെസ്സിങ് സെൻറ്ററുകൾ നടക്കുന്ന പ്രത്യേകമായ പ്രയറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും നിങ്ങൾ വരണം. കർത്താവ് ധാരാളം അനുഗ്രഹിക്കും. തിങ്കളാഴ്ച ബ്ലെസ്സിങ് ടുഡേയിലൂടെ വീണ്ടും നമുക്ക് കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.